ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസിനൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ UDF കിട്ടിയിട്ടുള്ളത് 50-60 ഈ പറയുന്ന ഒരു 75-80 ലക്ഷം വോട്ടുകളാണ്. അപ്പൊ അതിൽ കോൺഗ്രസിന് കിട്ടുന്ന ഒരു 50 ലക്ഷം വോട്ടാണ് മാക്സിമം എന്ന്. അപ്പൊ അതിൽ BJP ഒറ്റക്ക് തന്നെ, എന്നാൽ NDA എന്നൊക്കെ പറഞ്ഞ വേറെ കക്ഷികൾക്കൊന്നും വോട്ടില്ലല്ലോ. BJP ഒറ്റക്ക് തന്നെ 38 ലക്ഷം വോട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഒരു 12-13 ലക്ഷം വോട്ട് കൂടി വന്നാൽ ഏതാണ്ട് കോൺഗ്രസിന്റെ വോട്ടുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പിടിക്കുന്ന വോട്ടുകളിലേക്ക് എത്തി. അപ്പൊ ആ വോട്ടുകളിലേക്ക് എത്തിയാൽ വലിയ നേട്ടം BJP ഉണ്ടാക്കാൻ കഴിയും. ഒന്ന്, രാഷ്ട്രീയമായി BJP നേരത്തെ തന്നെ മേൽക്കൈ നേടി കഴിഞ്ഞു. കാരണം BJPയുടെ അജണ്ടകളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രോ BJP സംഘപരിവാർ ആളുകളുടെ പ്രയത്നമാണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ചില ചാനലുകളിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട്, ആദ്യത്തെ ഒരു 2 മിനിറ്റ് BJPയെ കുറിച്ച് നല്ല പറഞ്ഞിട്ടാ വീഡിയോ കയറുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വീഡിയോ കയറണമെങ്കിൽ അവരെ കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. അപ്പൊ അത് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് BJPയുടെ അടിത്തറ സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ വോട്ട് കുറഞ്ഞാലും കൂടിയാലും, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണക്ക് കിട്ടിയിട്ടില്ല, വിചാരിക്കുന്നത് BJPയുടെ വോട്ട് ശതമാനം കൂടിയുണ്ടാവും. അതായത് ഇതിനു മുമ്പ് വരെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ലോക്സഭയിലേക്ക് പോകുന്ന വോട്ടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിയമസഭ ആകുമ്പോഴത്തേക്കും CPM LDF പോകും. ആ കാര്യത്തിൽ ഇത്തവണ വലിയ കുറവ് ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ ആരുടെ നിന്നും പഠിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന വോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണമെന്ന് BJP ആലോചിക്കുകയും BJP വളരെ ഗംഭീരമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. BJP അതുപോലെ പാർട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഡൽഹിയിൽ അവര് തൂത്തുവാരിക്കൊണ്ട് പാർലമെന്റിലേക്ക് ജയിക്കുമായിരുന്നു 7 സീറ്റ്. പക്ഷെ നിയമസഭയിലേക്ക് വരും വോട്ടുകൾ വലിയ പെർസെന്റേജിൽ വ്യത്യാസം ഉണ്ടാവും. അത് എങ്ങനെ കുറക്കാം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി പഠിച്ച് കൃത്യമായി കഴിഞ്ഞ 5 കൊല്ലം പണിയെടുത്താണ് അരവിന്ദ് കെജ്രിവാളിനെ കെട്ടിപ്പൂട്ടിയത്. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു സംഭവം ഇനി ഇവിടെയും അല്ല, നമ്മളെ എത്രയൊക്കെ ഓടിച്ചോരിയെന്നും മറ്റതൊന്നും മറിച്ചതൊന്നും ഒക്കെ പറഞ്ഞാലും അവരുടെ ആ ഒരു വർക്കിന് നമ്മൾ അംഗീകരിക്കണം അല്ലെ? അല്ല, അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് വർക്കാണ്. കാരണം അവര് എന്ത് വില കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ നിന്നുള്ള ആളെ പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെ തകർത്താണെങ്കിലും ധാർമ്മികത ഒന്നും അതിനകത്തില്ല. അതുകൊണ്ട് ധാർമ്മികത ഒന്നും ഇല്ലാത്തൊരു കാര്യം ഇനി മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കണം. അല്ലാതെ ഇതിനകത്ത് ഇനി രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉണ്ടാവും അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കുക വയ്യ. ഇപ്പൊ ഇന്ന് തന്നെ താങ്കൾ അറിയേണ്ടത് തമിഴ്നാട്ടിൽ വിജയ് പറഞ്ഞിട്ടുണ്ട് ജയിച്ച എല്ലാവരും എത്താൻ, കാരണം റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ റിസോർട്ടാണ് രാഷ്ട്രീയം. ഇനി കേരളത്തിലൊക്കെ അത് വരാൻ അധികം സമയമില്ല. അതുകൊണ്ട് ഇനി അടുത്തൊരു കാര്യം കൂടി താങ്കളോട് പറയാം. ഇതിന്റെ അടുത്ത ഘട്ടം എന്താണെന്ന് അറിയാം? അടുത്ത ഘട്ടം എല്ലാ പാർട്ടികളിൽ നിന്നും, മിക്കവാറും കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ CPM നിന്നൊക്കെ തന്നെ നിരവധി ആളുകൾ BJPയിലേക്ക് ഒഴുകും. ഒരു മിഡിൽ ലെവൽ നേതാക്കന്മാർ. എന്താ കാര്യം? നേരത്തെ BJP സീറ്റ് കൊടുക്കാൻ തയ്യാറാണ് ഇവർക്ക് എല്ലാവർക്കും. പക്ഷെ സീറ്റ് കൊടുത്താലും ജയിക്കാൻ പറ്റില്ല. പക്ഷെ ജയിക്കാൻ പറ്റും. ഒരു 20, 25, 30 മണ്ഡലങ്ങളിൽ ജയിക്കാൻ പറ്റുന്ന ഒരു വലിയ ഫൈറ്റ് കാഴ്ചവെച്ചാൽ ഇവരും കൂടി ഒരു 10,000 വോട്ട് പിടിച്ചാൽ ജയിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിരവധി നേതാക്കന്മാർ എന്ത് ചെയ്യും? BJPയിലേക്ക് എത്തും.